മലപ്പുറം വളാഞ്ചേരിയിൽ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ആൾതാമസമില്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് വീട്ടിലുള്ളത്. വിവരങ്ങളുമായി കെ.ടി. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഇത് ഈ മൃതദേഹത്തിന് എത്ര ദിവസം പഴക്കമുണ്ട്? യുവതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? സിജു, യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതാണ്ട് 35 വയസ്സ് പ്രായം തോന്നിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ആൾതാമസമില്ലാത്ത വീടാണ്. വീടിനോട് ചേർന്ന വാട്ടർ ടാങ്കിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. വലിയ പഴക്കമില്ല എന്നാണ് പോലീസ് പറയുന്നത്. വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലാണ് സംഭവം. ഈ ഉടമസ്ഥർ വിദേശത്താണ് താമസം. ഈ ടാങ്കിനകത്ത് ഇവർ ആമകളെ വളർത്തിയിരുന്നു. അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നവരാണ് ഈ മൃതദേഹം കണ്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വീടിന് സമീപം മറ്റു വീടുകളില്ല, ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമാണോ അത്? അത് ഈ തൊട്ടടുത്ത് അയൽവാസികളില്ല. വലിയ സ്ഥലമൊക്കെ ഉള്ള വീട്ടുകാരാണ്. ഇവർ വിദേശത്താണ് താമസം. ഈ വീടിനോട് ചേർന്ന് ഈ ആമയെ വളർത്താനായാണ് ഒരു ടാങ്ക് കെട്ടി ഉണ്ടാക്കിയിരുന്നത്. അതിനകത്ത് തീറ്റ കൊടുക്കാനായി ആള് വരാറുണ്ട്. സെക്യൂരിറ്റിക്കാരൻ ഈ വീടിന് ഉണ്ട്. ഈ പരിശോധന നടത്തിയത് പോലീസ് സമീപത്ത് മിസ്സിംഗ് കേസുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. ആരാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോൾ പോലീസിന് ആയിട്ടില്ല. ഈ വീട്ടിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ടോ? ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥിരമായി അവിടെ ഉള്ളയാളാണോ? സെക്യൂരിറ്റി ജീവനക്കാരൻ മുഴുവൻ സമയവും രാത്രിയും പകലും ഉള്ളയാളാണ്. വേറെ CCTV ദൃശ്യങ്ങൾ ഈ പ്രദേശത്തില്ല. പക്ഷെ ഇങ്ങോട്ട് തിരിയുന്ന ഭാഗത്ത് ഈ റോട്ടിൽ CCTV ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം പോലീസ് ശേഖരിച്ച് വരികയാണ്. 2 ദിവസത്തിൽ കൂടുതൽ പഴക്കം മൃതദേഹത്തിന് ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 35 വയസ്സോളം പ്രായമുണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ശരി, കെ.ടി. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ, ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. 35 വയസ്സ് വരുമെന്നാണ് പ്രാഥമിക നിഗമനം. CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. വിവരങ്ങളാണ് സ്വാലിഹ് പങ്കുവച്ചത്.